നമസ്കാരം. നമസ്കാരം. ആരെയും ബുദ്ധിമുട്ടിക്കാന്നുള്ള എന്റെ ലക്ഷ്യമല്ല. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ കയ്യിലുണ്ട് ഏറ്റവും എളുപ്പം നമുക്ക് ആ പ്രോസസ് അങ്ങ് തീർക്കാം. ID കാർഡ് ഉണ്ടോ? എടുത്തു വയ്ക്കുക. എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും ചെക്ക് ചെയ്ത് പേര് വിളിച്ച് പോയാൽ ജസ്റ്റ് ഒന്ന് അല്ല, ഞാൻ ജസ്റ്റ് ചെയ്ത് എനിക്ക് ID കാർഡ് ഞാൻ കുറച്ചു പേരെ വിളിക്കും. ജോൺ മാത്യു ഉണ്ടോ? ഒന്ന് കാണിക്കൂ കേട്ടോ. മൈക്കൊന്നും വേണ്ട. നീ കാണിക്കലടാ. രണ്ടാമത്തെ തവണ എഴുതിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇല്ല ടൈം കളയുന്നില്ല. മനോജ് ഉണ്ടോ? മനോജ് തോമസ് ഐഡി ഇല്ല. എന്തെങ്കിലും അടിച്ചത് മൊബൈലിലൊന്നും അടിച്ചു. ആ മൊബൈൽ നമ്പർ ഒന്നും അടിച്ചു. അതിന്റെ ഐഡി ഇല്ലല്ലോ അല്ലേ? ഐഡി ഇല്ല. 98 ഓൺലൈൻ പേയ്മെന്റുമാണ് ചോദിച്ചോ സാർ. അതുകൂടെ നീ മറക്കണ്ടല്ലോ. പേയ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചോ. ടിക്കറ്റ് ഉണ്ട്. പൈസ കൊടുത്തേക്കുന്ന ഗൂഗിൾ പേ കൊടുത്തേക്കുന്ന പൈസയുടെ ഇതുണ്ട്. അത് മതി. സാറിന്റെ പേരെങ്ങനെ? മനോജ് തോമസ്. വിളിച്ചു നോക്ക്. നമ്പർ വിളിച്ചു നോക്കുന്നത് അറിയാം. ജോലി ചെയ്തതല്ലേ. ഐഡി ഉണ്ടാവും. 2000 അങ്ങോട്ട് നമുക്കിട്ട് മാത്രമായിട്ട് ഈ പരിപാടിയായിട്ട് യാത്രക്കാരിലേക്ക് ആകുമ്പോൾ കുഴപ്പമില്ല. ജോർജം ഡാനി ഉണ്ടോ? ജോർജം ഡാനി അല്ലല്ല, ഞാനതല്ല അങ്ങോട്ട് പോയ വണ്ടി ഒരു 8-10 ഞാൻ അതല്ല പറയുന്നത്. സാർ ഇതുപോലെ വീഡിയോ പിടിച്ചോ. നിങ്ങൾ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളോട് ഉടക്കാൻ നിൽക്കുന്നില്ല. സാറേ സമയം കളയാൻ ഇല്ല, സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഡ്യൂട്ടി ചെയ്യാണ്, ഞാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ഉടക്കാൻ നിൽക്കുന്നത് നമ്മള്? നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലോ. അങ്ങോട്ട് പോയ 8-10 പോയായിരുന്നു. അതൊന്നും ജോലി ചെയ്ത് കണ്ടു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ പരിശോധനയാണ്. വാഹനം പുറപ്പെട്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് മൈലപ്പുറയിൽ വെച്ചൊരു പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വാഴക്കുളത്ത് വെച്ച് വീണ്ടും വീടിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹന ലിസ്റ്റ് പരിശോധിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവരെയും പാസഞ്ചർ ലിസ്റ്റിലുള്ള ആളുകളുടെ പേരും നോക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം കാണൊക്കെയായിട്ട് ഇറങ്ങി.